ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ കൂട്ടുകാരെ? പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് വയസ്സായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും കുടിൽ കെട്ടി താമസിച്ചിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ഭക്തരും കൂടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സന്യാസി ഒരുപാട് നേരം ഇരുട്ടിയതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് വന്നു. അവർ എല്ലാവിധ ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം വേണം. നാളെ പ്രാതൽ കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പോൾ അച്ഛൻ സന്തോഷമായി. അച്ഛൻ വേഗം തന്നെ കൊണ്ടാവുന്ന വിധം അദ്ദേഹത്തിന് സൗകര്യങ്ങളെല്ലാം ഒരുക്കി. വിശ്രമിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു കേട്ടോ. അങ്ങനെ കിടക്കാൻ നേരം അദ്ദേഹം പറഞ്ഞു, നാളെ എനിക്ക് 2 നിർബന്ധങ്ങളുണ്ട് പ്രാതലിന്. ഒന്ന്, വെളുക്കും മുമ്പ് അരി വെക്കണം. അരി വയ്ക്കും മുമ്പ് എന്ത് വേണം? കറി വെക്കണം. എന്തൊക്കെയായിരുന്നു സന്യാസിയുടെ 2 നിർബന്ധങ്ങളെന്ന് മനസ്സിലായോ? വെളുക്കും മുമ്പ് അരി വെക്കണം, അരി വയ്ക്കും മുമ്പ് കറി വെക്കണം. ഇങ്ങനെ 2 നിർബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് കിടന്നു. അങ്ങനെ അച്ഛൻ വന്ന് അമ്മയോട് പറഞ്ഞു, നാളെ സ്വാമിജിക്ക് പ്രാതൽ കൊടുക്കണം. ഇങ്ങനെ 2 നിർബന്ധങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെളുക്കും മുമ്പ് അരി വെക്കണം, അരി വെക്കണേക്കാളും മുമ്പ് കറി വെക്കണം. വളരെ നിസ്സാരമായിട്ട് അച്ഛൻ പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയണേ? വെളുക്കും മുമ്പ് അരി വെക്കണം, അതായത് 12 മണിക്ക് മുമ്പ് ഞാൻ അരി വെക്കണ്ടേ? അതിലും മുമ്പ് കറി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിപ്പോൾ വെക്കണം. പക്ഷേ ഈ 12 മണിക്ക് മുമ്പൊക്കെ വെച്ച ഭക്ഷണം നാളെ കൊടുക്കുമ്പോൾ അത് പഴകിയതല്ലേ? അപ്പോൾ അദ്ദേഹം നമ്മളെ ശപിച്ചിട്ട് പോകാനും അത് മതി. നിങ്ങളതൊന്ന് വ്യക്തമായിട്ടൊന്ന് ചോദിക്കാമായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അമ്മ ആകെ പരിഭവം പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ അതിൻ്റെ ഒരു വശം മനസ്സിലായത്. അപ്പം അച്ഛൻ പറഞ്ഞു, സാരില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പം അമ്മ പറഞ്ഞു, അതെങ്ങനെ? അദ്ദേഹം ഉറങ്ങാൻ കിടന്നു, ഞാൻ അദ്ദേഹത്തെ ഉണർത്താൻ പറ്റുമോ? അപ്പോൾ അവസാനം അമ്മ തന്നെ പറഞ്ഞു, നമുക്ക് അദ്ദേഹത്തിൻ്റെ കാലത്ത് പോയി കാത്തിരിക്കാം. ഒരു പക്ഷേ ഉറക്കത്തിൻ്റെ ഇടയിൽ ഒന്ന് എണീക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് സംശയം തീർക്കാം. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ആ സ്വാമിജിയുടെ കാൽക്ക് പോയി ഇങ്ങനെ കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒന്ന് എണീറ്റു. കണ്ണു തുറന്നപ്പോൾ ഇവരെ കണ്ടതും സ്വാമി ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ എൻ്റെ കാൽക്കൽ വന്നിങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ഉറങ്ങുമെന്ന് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സ്വാമിജി, ഞങ്ങൾക്കൊരു സംശയം തീർക്കാനായിരുന്നു. അതൊന്ന് തീർക്കാൻ വേണ്ടി ഞങ്ങൾ താങ്കൾ ഉണരുന്നത് വരെ കാത്തിരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി ചോദിച്ചു, ആയിക്കോട്ടെ, എന്താണ് നിങ്ങളുടെ സംശയം? അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, സ്വാമിജി പറഞ്ഞില്ലേ നാളെ വെളുക്കും മുമ്പ് അരി വെക്കണം എന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ അർത്ഥം 12 മണിക്ക് മുമ്പ് ഞങ്ങൾ അരി വെക്കണ്ടേ? അതിനു മുമ്പ് കറി വെക്കണമെങ്കിൽ ഇപ്പം തന്നെ വെക്കുമ്പോൾ അത് പഴകിയ ഭക്ഷണമായി പോവില്ലേ? അതെങ്ങനെ ഞങ്ങൾ താങ്കൾക്ക് തരും എന്ന് ചോദിച്ചു. സ്വാമിജി ഉറക്കെ ഇങ്ങോട്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മണ്ടശിരോമണികളെ, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വെളുക്കും മുമ്പ് അരി വെക്കണം എന്ന് പറഞ്ഞത് ആ തവിട് കളയണേക്കാളും മുമ്പ് ചോറാക്കണം എന്നാണ്. നമ്മൾ കഴുകി അതിൻ്റെ തവിടൊക്കെ കളഞ്ഞിട്ട് വെളുക്കാനായിട്ട് നിൽക്കണ്ട, അതാണ് ഉദ്ദേശിച്ചത്. ഇനി അരി വയ്ക്കും മുമ്പ് കറി വെക്കണമെന്ന് പറഞ്ഞത് ഈ മത്തങ്ങ, ഇളവൻ, അതുപോലെ വെള്ളരി, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ അരി ഉണ്ടാവും അല്ലേ? വിത്തുകളായിരിക്കും. അപ്പോൾ വിത്തുകളായിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ജനറേഷന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പല്ലേ? അപ്പോൾ അതിനു മുമ്പ്, അതായത് വളരെ പിഞ്ച് വെള്ളരിക്ക അങ്ങനെ മൂക്കുന്നതിന് മുമ്പ് വെക്കണം, കറി വെക്കണം. അരി വെക്കുന്നത്, അതിനെ അരി എന്നാണ് പറയുക. അപ്പോൾ ആ അരി വെക്കുന്നതിന് മുമ്പ് കറി വെക്കണം. അതിന് മുമ്പുള്ള പച്ചക്കറികളെടുത്ത് വേണം കറി വെക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം അച്ഛനും അമ്മയ്ക്കും മനസ്സിലായത്. അങ്ങനെ അച്ഛനും അമ്മയും അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോയി. കഥ ഇഷ്ടമായോ? പറയണം കേട്ടോ.